ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോക്കോ X2ന്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്നും പിന്നെ നമ്മുടെ പഴയ കുറച്ച് പ്രശ്നങ്ങൾ എന്തെന്നും ബാറ്ററി ഡ്രെയിനിങ്ങിന്റെ അതൊക്കെ സോൾവ് ആയോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച അറൗണ്ട് രാത്രി 10 മണി ആയപ്പോഴാണ് ഈ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ കുറേ പേര് മെസ്സേജ് അയച്ചു, ഇങ്ങനെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നൊരു കമൻറ്റിലൂടെ. അപ്പോൾ ഞാൻ തന്നെ ഈ അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളുടെ മെസ്സേജിലൂടെയാണ് ഞാൻ കാണാൻ സാധിച്ചത്. അപ്പോൾ താങ്ക് യു. എനിക്ക് ഫസ്റ്റ് ആയിട്ട് അയച്ച സബ്സ്ക്രൈബർ അതുൽ കൃഷ്ണ ER എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബറാണ്. അവരോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയിട്ട് അബൌട്ട് ഫോണിൽ പോയിട്ട് ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റം അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് മാർച്ചിലെ 2020 വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സെക്യൂരിറ്റി കൂട്ടും എന്നാണ്, സിസ്റ്റം സെക്യൂരിറ്റി കൂട്ടും എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അടുത്തായിട്ടുള്ള അപ്ഡേറ്റ് പറഞ്ഞിട്ടുള്ള ആപ്പ് ലോക്കാണ്. ആപ്പ് ലോക്ക് സപ്പോർട്ട് ഫോർ ഓൾ ദ ആപ്പ് നൗ എന്നുണ്ടെങ്കിൽ പുതിയ ആപ്പുകൾക്കൊക്കെ എല്ലാ ആപ്പുകൾക്കും ആപ്പ് ലോക്ക് സപ്പോർട്ടീവ് ആണ്. പിന്നെ റീവാമ്പസ് ടു സ്റ്റാർട്ട് പേജ് ആൻഡ് ഒപ്റ്റിമൈസ് സം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് വൈഫൈ ആണ്. നമ്മുടെ ഒരു വൈഫൈ ഇല്ല, നമ്മൾ നെറ്റ്വർക്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് 473 MB ആണ് ഡൗൺലോഡ് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഡൗൺലോഡ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ 1 MB/s കിട്ടുന്നുണ്ട് സ്പീഡ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം, ഞാനൊരു ചെറിയൊരു അഡ്വൈസ് പറയുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചാർജ് കുറഞ്ഞ സമയത്ത്, മീൻസ് ഒരു 20 താഴെയാണെങ്കിൽ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യരുത്. ചാർജ് ചെയ്തതിന് ശേഷം മാത്രം റീബൂട്ട് നൗ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ മൊബൈൽ ഇടയിൽ വെച്ച് ഓഫായി പോവുകയാണെങ്കിൽ അത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ ബാധിക്കും. അപ്പം ഞാൻ റീബൂട്ട് കൊടുക്കാൻ പോവാണ്. നമുക്കൊരു 2 ആഴ്ച മുന്നേ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു 11.0.6. അത് രാത്രിയാണ് വന്ന്, പിറ്റേ ദിവസം കാലത്ത് എൻ്റെപ്പിക്ക് അത് അവർ റിട്രീവ് ചെയ്തെടുത്തു. അതിൽ കുറച്ച് ബഗ്സൊക്കെ വന്നിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തിരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ പുതിയ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫോണിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഫോൺ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 55% വെച്ച് ഫോൺ ഓഫായി പോയി. അതിനുശേഷം പോക്കോന്ന് എഴുതിയിട്ട് ഒരു 13 മിനിറ്റ് നേരം ഒരു സ്റ്റക്കായമായി നിന്നു. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഫോണിൽ ഒന്നും ചെയ്യേണ്ട, ഫോൺ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 13 മിനിറ്റ് കഴിഞ്ഞാൽ ഓണായിട്ട് വരും. നിങ്ങൾ പേടിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ അങ്ങനെ ഒന്നും നിൽക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് പ്രശ്നം വരും. അത് നിങ്ങൾക്ക് വീണ്ടും ഇതിൽ പോകേണ്ട, കസ്റ്റമർ കെയറിൽ പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് തുറന്നിട്ട് അതിൻ്റെ ഉള്ള അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ അപ്ഡേറ്റ് MIUI 11.0.7 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ആണ്. അത് മാർച്ചിൽ നമുക്ക് അപ്ഡേറ്റ് ആണ്. എന്താണ് സെക്യൂരിറ്റി പാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ കുറേ വൈറസുകളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. മീൻസ് ആപ്പിലൂടെയും പല നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴും ഈ ആൻഡ്രോയിഡ് പാച്ച് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ സെക്യൂരിറ്റി പാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഇത്തിരി കൂടി സെക്യൂർ ആയിരിക്കും. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഫോണിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ആൻഡ്രോയിഡ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫീച്ചറിലേക്ക് കിടക്കാം. ഇതൊരു ഫീച്ചറല്ല, ഇത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു. നമ്മൾ 120 Hz യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ കുറേ ടൈമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മെനുവിലൂടെ റണ്ണ് ചെയ്യിക്കും, സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സമയങ്ങളിൽ ഒരു ചെറിയ സ്റ്റക്ക് ഫീൽ ചെയ്യാറ്. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പിടുത്തം മാതിരി. അത് ഇതിലൂടെ അപ്ഡേറ്റിലൂടെ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ എനിക്കൊരു ഫീലിംഗ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അഡീഷണൽ സെറ്റിങ്സ് തുറക്കുകയാണ്. അഡീഷണൽ സെറ്റിങ്സിലുള്ള ഫുള്ള് ഡിസ്പ്ലേ എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ ജസ്റ്റർ ഇല്ലാത്ത മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വന്നാൽ ഗൂഗിൾ പിക്സലിൽ കാണുന്ന ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഫീച്ചർ കാണാൻ പറ്റും. എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അസിസ്റ്റൻസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വേറെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഐക്കൺസ് ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് പല സമയങ്ങളിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക്, ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് ലോക്കിലാണ്.
ആപ്പ് ലോക്കിൽ നിങ്ങൾക്ക് പല ആപ്പുകളും നേരത്തെ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സിസ്റ്റം ആപ്പുകൾ. ഈ അപ്ഡേറ്റോട് കൂടിയിട്ട് അവർ പറയുന്നതും എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ആപ്പ് ലോക്കിൽ കൂടെ ലോക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ലോക്ക് തുറക്കുകയാണ്. ആപ്പ് ലോക്കിൽ നേരത്തെ നിങ്ങൾ തുറന്നിട്ടുണ്ടോന്ന് കഴിഞ്ഞാൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇതേണ്ട, ഇപ്പം പുതിയതായിട്ട് എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. പണ്ട് നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രമായിരുന്നു ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇപ്പം എല്ലാ ആപ്പുകളും ഇപ്പം നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അതാണ് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാറ്ററിയുടെ കാര്യം ഞാൻ നോക്കുകയാണെങ്കിൽ, ബാറ്ററി കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്താൽ മാത്രമാണ് ബാറ്ററിയുടെ വല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് വല്ല എന്താ പറയുക അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വല്ല ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പുതിയ ബാറ്ററിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം പുതിയ ഫീച്ചേഴ്സ് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിലൂടെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.